ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒത്തിരി പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അരിയുണ്ട ഏറ്റവും രുചികരമായിട്ടും ഒരുപാട് നാൾ കേടാകാതെ സൂക്ഷിക്കാനും പറ്റുന്ന രീതിയിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാം നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ അരിയുണ്ട തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് അരിയാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മട്ട അരിയാണ്. ഈ മട്ട അരിക്ക് പകരം നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന ഏത് അരിയാണെങ്കിലും എടുക്കാവുന്നതാണ്. മട്ട അരിയിൽ 1.5 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള അരിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് 2-3 തവണ ഒന്ന് കഴുകിയെടുക്കാം. നമ്മുടെ ഈ അരിയിൽ അത്യാവശ്യം പൊടിയും അഴുക്കൊക്കെ ഉണ്ടാകും. അതിൻ്റെ പേരിൽ കഴുകി തന്നെ എടുത്തേക്കണം കേട്ടോ. 2-3 വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കേണ്ടതായിട്ടുണ്ട്. നല്ലതുപോലെ നമ്മുടെ അരിയെല്ലാം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു അരിപ്പയിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. അതായത് ആ കംപ്ലീറ്റ് വെള്ളവും നമ്മുടെ അരിയിൽ നിന്ന് പോകണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വാർന്നിട്ടുള്ള നമ്മുടെ അരി ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, തീരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു മീഡിയം ചൂട് വേണം കേട്ടോ വരാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കാവുന്നതാണ്. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്ത് വറുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രം നന്നായിട്ട് കളർ മാറി അത് മുരിഞ്ഞ് തുടങ്ങും, ബാക്കിയുള്ളത് അങ്ങനെ മുരിയാതിരിക്കും. അങ്ങനെ പാകം കിട്ടാതെ പോകും. അതിൻ്റെ പേരിൽ നന്നായിട്ട് തന്നെ എല്ലാ സമയത്തും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പെട്ടെന്ന് തന്നെ ഇതൊന്ന് മുരിഞ്ഞ് തുടങ്ങുന്നതാണ്. നമ്മളിതിപ്പോൾ ഇങ്ങനെ ഒന്ന് വറുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ ഒരു പകുതി അളവിൽ ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടാനായിട്ടുണ്ട്. നമ്മളിതിപ്പോൾ ഇങ്ങനെ ഒന്ന് വറുക്കാൻ തുടങ്ങിയിട്ട് വീണ്ടും കുറച്ച് സമയം കൂടി ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരുപാട് സമയത്ത് നമ്മൾ വറുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ തന്നെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഈ ഒരു കടായിൽ തന്നെ വെച്ചിരിക്കരുത്, എങ്കിൽ പിന്നെ അത് കരിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ ഈ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് വേണം മാറ്റി വയ്ക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് വറുത്തെടുക്കേണ്ടത് തേങ്ങയാണ്. അതേ കടായിലേക്ക് തന്നെ 1.5 കപ്പ് അളവിൽ അരിയല്ലേ എടുത്തത്, അതേ അളവിൽ 1.5 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വേണം കേട്ടോ ചേർക്കാനായിട്ട്. ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ എടുക്കില്ലേ തേങ്ങ, അത് എടുക്കരുത്. ഇതുപോലെ ഫ്രഷായിട്ട് ചിരകി വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രോസൺ തേങ്ങയൊക്കെ ഉണ്ടല്ലോ, അതും എടുക്കരുതേ. നമ്മളിതുപോലെ തേങ്ങയും കൂടി വറുത്ത് ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് ഒരുപാട് നാൾ ഇത് കേടാകാതെ ഇരിക്കും കേട്ടോ. നമ്മൾ പച്ചക്ക് തേങ്ങ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 ദിവസം മാത്രമേ ഇരിക്കുകയുള്ളൂ. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും തന്നെ ആ തേങ്ങ കേടായി തുടങ്ങും. അപ്പോൾ അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ അരിയുണ്ടെങ്കിൽ കേടായി പോകും. അതിൻ്റെ പേരിൽ എപ്പോഴും കുറച്ചധികം നാൾ കേടാകാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങ വറുത്ത് തന്നെ ചേർത്തേക്കണം. ഈ ഒരു സമയം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യും ചേർത്തിട്ട് നന്നായിട്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കളർ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ. ആ ഒരു സമയം വരെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഒരുപാട് സമയത്ത് വറുത്ത് നല്ലൊരു ബ്രൗൺ കളർ ആക്കണം എന്നുള്ള ആവശ്യമില്ല. ഇത് നമുക്ക് മാറ്റാവുന്നതാണ് ഒരു പ്ലേറ്റിലേക്ക്. ഇനി നമുക്ക് അടുത്ത് വറുത്തെടുക്കേണ്ടത് അണ്ടിപ്പരിപ്പാണ്. ഒരു 15-20 അളവിൽ അണ്ടിപ്പരിപ്പ് എടുക്കാവുന്നതാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. അണ്ടിപ്പരിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് കപ്പലണ്ടി വേണമെന്നുണ്ടെങ്കിൽ കപ്പലണ്ടിയും ചേർക്കാവുന്നതാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്തേക്കണം. ഒരല്പനേരം ഒന്ന് വറുത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ കളറും ഇതുപോലെ ഒന്ന് മാറി തുടങ്ങും. ഇത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത് ശർക്കര പാനിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 225 ഗ്രാം അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കടായിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 1/4 കപ്പ് അളവിൽ മാത്രം വെള്ളം കൂടി ചേർക്കുകയാണ്. ഇനി ഈ ശർക്കര നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കാവുന്നതാണ്. ഒരു നൂൽ പരുവം വരെ നമുക്ക് തിളപ്പിച്ചെടുക്കുക, അങ്ങനെ ഒന്നും ആവശ്യമില്ല. നന്നായിട്ട് ഈ ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതിയാവും. നല്ലതുപോലെ തന്നെ നമ്മുടെ ശർക്കരയിലെ കട്ടയൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു രീതിക്ക് ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മാത്രം മതിയാവും. ഇതുപോലെ ഒന്ന് കുറുകി കിട്ടണം. നല്ല ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ ശർക്കരപ്പാനി ഉണ്ടാവുക. അപ്പോൾ ഒരു നൂൽ പരുവം ആകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശർക്കരയിൽ അത്യാവശ്യം കല്ലും പൊടിയൊക്കെ ഉണ്ടാവും. അതിൻ്റെ പേരിൽ ഇതൊന്ന് അരിച്ച് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ വറുത്തെടുത്ത നമ്മുടെ അരിയെല്ലാം മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും കൂടി ചേർക്കാവുന്നതാണ്. അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് പൗഡർ പോലെ പൊടിച്ചെടുക്കണം എന്നില്ല, ചെറിയ തരിതരിപ്പോട് കൂടി തന്നെ ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ പൗഡർ പോലെ പൊടിക്കേണ്ട, ചെറിയ തരിതരിപ്പോട് കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഈ പൊടിച്ചെടുത്തത് നമുക്കൊരു ബോളിലേക്ക് ചേർക്കാവുന്നതാണ്.
നമ്മൾ പൊടിച്ചെടുത്ത അരിയെല്ലാം ബോളിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ വറുത്തെടുത്ത തേങ്ങയും കൂടിയാണ്. ആ തേങ്ങ അങ്ങനെ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതല്ല നമുക്ക് ഈ തേങ്ങയും ഒന്ന് പൊടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അരിയുടെ കൂടെ തന്നെ ഇട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ഞാനെപ്പോഴും ഈ ഒരു രീതിക്കാണ് കേട്ടോ തയ്യാറാക്കി എടുക്കാറുള്ളത്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടിയാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്, അത് ചേർക്കാവുന്നതാണ്. പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതല്ല ഏലക്ക മാത്രം പൊടിച്ചെടുത്താണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി വേണ്ടത് ചെറിയ ജീരകം പൊടിച്ചതാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകപ്പൊടിയും കൂടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചുക്കുപൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഈ പൊടിച്ച ജീരകമോ ചുക്കുപൊടിയോ ഇല്ലാന്നുണ്ടെങ്കിൽ മുഴുവൻ ജീരകവും അതുപോലെ തന്നെ മുഴുവനായിട്ടുള്ള ചുക്കും നമുക്ക് അരിയൊക്കെ വറുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ തേങ്ങയും അതുപോലെ തന്നെ നമ്മുടെ ഈ ജീരകവും ഏലക്ക പൊടിച്ചതും എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടട്ടെ. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ്. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്ത ശർക്കര പാനി വേണം കേട്ടോ ചേർക്കാനായിട്ട്. ഇതുപോലെ ഒരു 1/4 ഭാഗത്തോളം ചേർത്തിട്ടുണ്ട്. ഒരല്പം മാത്രം ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ബാക്കി കൂടി നമുക്ക് ചേർക്കേണ്ടതായിട്ട് വരും. ശർക്കര പാനിയും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്കിങ്ങനെ ബോൾ പോലെ ഇതൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകമാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. കൈ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഈ ഒരു പരുവത്തിൽ മതി കേട്ടോ. ഒരുപാട് നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയും ബാക്കി ഒരല്പം ശർക്കരപ്പാനി ബാക്കി വന്നിട്ടുണ്ട്, അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇതൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റായിട്ട് ഉരുട്ടിയെടുക്കരുത്, നല്ലതുപോലെ തന്നെ കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് വേണം കേട്ടോ ഇത് ഓരോ ബോളും നമുക്ക് അരിയുണ്ട തയ്യാറാക്കി എടുക്കാനായിട്ട്. അരിയുണ്ടയുടെ വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. എത്രത്തോളം വലിപ്പത്തിന് വേണമോ അതിനനുസരിച്ചിട്ട് നമ്മളിതാ ഇതുപോലെ കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കുമ്പോൾ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കും കേട്ടോ നമ്മുടെ അരിയുണ്ട പിന്നെ കിട്ടുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ഉരുട്ടി മാറ്റാം. ശർക്കര പാനിക്ക് ഇച്ചിരി അത്യാവശ്യം ചൂടുണ്ടാവണം. ആ ചൂടോട് കൂടിയിട്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ബോൾസ് ആക്കിയിട്ടൊന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന 1.5 കപ്പ് അരിയിൽ നിന്നും ഈ ഒരു അളവിലാണ് കേട്ടോ നമുക്ക് അരിയുണ്ട കിട്ടിയിട്ടുള്ളത്. ഈ ഒരു വലിപ്പത്തിന് തയ്യാറാക്കി എടുത്തപ്പോഴത്തേക്കും ഇതിന്ന് കുറച്ചും കൂടി സൈസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചെടുക്കാം, അതല്ല അതിനെ കുറച്ചും കൂടി കൂടിയ വലിപ്പത്തിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിയുണ്ട തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് റൂം ടെമ്പറേച്ചറിൽ മാറിയിട്ട് നല്ലൊരു എയർടൈറ്റ് ബോട്ടിലാക്കി നമുക്ക് ഇത് ഫ്രിഡ്ജിലോ അല്ലാന്നുണ്ടെങ്കിൽ പുറത്തോ വെക്കാവുന്നതാണ്. നമ്മളിത് പുറത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2 ആഴ്ച വരെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അതല്ല നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ 1 മാസം കൂടുതൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉറപ്പായിട്ടും അരിയുണ്ട ഈ ഒരു രീതിക്ക് ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.